അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു ബീഫ് ഫ്രൈ ആണ്. ബാച്ചിലേഴ്സിനും പിന്നെ നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/2 കിലോ ബീഫാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10-12 ചെറിയ ഉള്ളി, പിന്നെ ഒരു 10-15 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ചതച്ചെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഡിഷാണ് കേട്ടത്. പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ ഇതിൽ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും. നമുക്ക് വേണമെങ്കിൽ കാശ്മീരി എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ 1 ടീസ്പൂണ്, ചെറിയ സ്പൂൺ 1 സ്പൂണാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് വലിയ ജീരകം, അതും പിന്നെ പാകത്തിന് ഞാൻ കല്ലുപ്പാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് പറയാൻ അറിയില്ല. നിങ്ങൾ പൊടിപ്പാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂണ് പൊടിപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായി കുഴച്ചെടുത്തിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കൈ കഴുകിയ വെള്ളം കൂടി ഒന്ന് തെളിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുക്കർ മൂടിയിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്നുണ്ട്. ഒരു 7 മിനിറ്റാണ് ഞാൻ വെക്കൽ. ഒരു വിസിൽ വന്നതിൻ്റെ ശേഷം സിമ്മാക്കിയിട്ട്, അപ്പോഴേക്കും ബീഫ് വെന്തിട്ടുണ്ടാവും കേട്ടോ. കുക്ക് അതിൻ്റെ ശേഷം ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ അടുപ്പിലേക്ക് വെക്കുന്നത്. നിങ്ങൾക്ക് ഫ്രൈ പാൻ വെച്ചാൽ കൊടുത്താലും മതി. ഞാൻ നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ എന്ത് ചെയ്താലും നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ഒരു 2-3 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തതും 2 വെളുത്തുള്ളി ചതച്ചതും അത്രയും മതി. അതൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, പിന്നെ കരിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം, കരിവേപ്പിൻ്റെ ഇല ഇട്ടാൽ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് നമ്മൾ കരിവേപ്പിൻ്റെ ഇല ഇടുന്നത്. നമുക്ക് ഇവിടെ കിട്ടുന്ന പോലെ പുറത്തൊന്നും കരിവേപ്പിൻ്റെ ഇല കിട്ടില്ലല്ലോ. എൻ്റെ മക്കളൊക്കെ വിദേശത്താണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. നന്നായി മൂത്ത് വന്നതിൻ്റെ ശേഷം നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. ചിലപ്പോൾ മിക്കവാറും ബീഫിൽ വേവിച്ച് വരുമ്പോൾ വെള്ളം ഒന്നിങ്ങനെ പൊടിഞ്ഞ് വരുമല്ലോ. അപ്പോൾ അതെല്ലാം വറ്റിച്ചെടുത്തിട്ട് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താ പറയുക, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ബാച്ചിലേഴ്സിനും. പിന്നെ നമുക്ക് വീട്ടിലൊക്കെ ഗസ്റ്റ് വന്നാലും നമുക്ക് ബീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എരിവല്ലാതെ ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഞാൻ ബീഫിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇനി ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. ബീഫ് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഡിഷാണ്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ അങ്ങനെ സിമ്മിലാക്കി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചാൽ ഡ്രൈ ഫ്രൈ ആവും. ഇവിടെ ഡ്രൈ ഫ്രൈ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നണില്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഞാൻ പറയുകയാണ്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ. ഞാൻ പുതിയ വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.